ഹായ്, വെൽക്കം ടു ഐസഡ് ബി അക്കാഡമി. ഐസഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ നമ്മൾ എന്താണ് കുറേ നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആയിരുന്നു ഇത് BSF 2024. എന്താണ് അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാണ്. 2025 തുടക്കമല്ല, 2024 എന്ത് ഫിസിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഒരുപാട് നാളായിട്ട് നമുക്ക് ഒരു വിവരവും ഇല്ല. ഇങ്ങനെ നീണ്ടു പോയൊരു എക്സാമാണ് ഇത് BSFൻ്റെ HCM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്, BSFൻ്റെ HCMൻ്റെ നമ്മുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാമെന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. നമുക്ക് എന്താണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ലിങ്കിലേക്ക് കയറാനുള്ള ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും, നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്താൽ മതി. ആ മെയിലിനകത്ത് ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ലിങ്ക് ത്രൂ കയറുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഇത്, നമ്മൾ ഈ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, BSFൻ്റെ റോൾ നമ്പരും നമ്മുടെ യൂസർ പാസ്വേഡുമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പലരും ഇത് ഒരുപാട് നാളായതുകൊണ്ട് എന്താണ് ഈ യൂസർ നെയിമോ അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഒന്നും ഓർത്ത് വെക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മറന്നു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമുക്കിത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ മെയിൽ വാലിഡ് ആണെങ്കിൽ മെയിലിലേക്ക് ഇത് രണ്ടും വന്നിട്ടുണ്ടാവും. ഇത് രണ്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ BSF ലോഗിൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ സൈറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ത്രൂ നമുക്ക് എന്ത് ചെയ്യണം, OTP ത്രൂ നമുക്ക് ബാക്കി ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് ന്യൂ പാസ്വേഡൊക്കെ കൊടുത്ത് അകത്ത് കയറാൻ പറ്റും. അതിനകത്ത് നമ്മളുടെ എന്താണ് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിക്കകത്ത് നമ്മുടെ റോൾ നമ്പർ കിടക്കുന്നുണ്ടാവും. നമുക്ക് അങ്ങനെ റോൾ നമ്പർ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വന്നേക്കുന്ന മെയിലിൽ റോൾ നമ്പർ ഉണ്ട്. ഓക്കെ, നമ്മളുടെ ആദ്യമായിട്ട് കയറുമ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ 12/06/1999 എന്ന് പറയുന്നത് പോലെ, അപ്പോൾ 12/06/1999 ഇതേപോലെ ബാറും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും, ചേഞ്ച് പാസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അകത്തോട്ട് കയറുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എന്തായി, പുതിയ റോൾ നമ്പർ നമ്മുടെ കിട്ടിയത് തന്നെ. അതുപോലെ എന്താണ് നമ്മുടെ പുതിയ പാസ്വേഡും വെച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ ഇതേ ഇൻ്റർഫേസിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തുന്നതായിരിക്കും, ഇതേപോലൊരു ഇൻ്റർഫേസിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഫോട്ടോയും നമ്മുടെ സൈൻ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ്, ഈ ഇൻ്റർഫേസിലേക്ക് പോവും. ഇവിടെ കിടപ്പുണ്ട് നമ്മളുടെ അഡ്മിറ്റ് കാർഡ്. കേരളത്തിലുള്ളവർക്ക് മിക്കവർക്കും എവിടെയാണ്, നമുക്ക് ആറ്റിങ്ങൽ, നെടുമ്പറമ്പ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ഇവിടെ തന്നെയാണ് ഏകദേശം വന്നിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടാണോ ഇത് ഡേറ്റും നിങ്ങളുടെ സ്ഥലവും ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മുടെ എക്സാം എപ്പോഴാണ്, നമ്മുടെ ഷിഫ്റ്റ് എപ്പോഴാണ്, അതേപോലെ എക്സാം എപ്പോഴാണ്, നമ്മുടെ ഷിഫ്റ്റ് എപ്പോഴാണ്, ഏത് കോളേജിൽ വെച്ചിട്ടാണ്, അതേപോലെ നമ്മൾ എൻട്രി ടൈം, റിപ്പോർട്ടിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും എല്ലാം ഇതിനകത്ത് കാണും. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിനകത്ത് നമ്മൾ കാണുന്ന ഇതുണ്ടോ, സെപ്റ്റംബർ 2, സെപ്റ്റംബർ 3 ആ ഒരു ഡേറ്റുകളിലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം വരാനായിട്ട് ചാൻസ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാം നന്നായിട്ട് ഇത്രയും നാളും ഗ്യാപ്പ് എടുത്തത് കൊണ്ട് ഓൾറെഡി പലരും ഈ ജോലിയിലേക്ക് വിട്ട് അടുത്ത ജോലിയിലേക്ക് ചേക്കേറി കാണും. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ നമുക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാണ്ടിരിക്കുക. ഓക്കെ, വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, BSF HCM വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വിളിക്കാൻ പോകുന്ന ലിസ്റ്റിലുള്ള ആളാണ് ആര്, BSF RORM എന്നുള്ളത്. അപ്പോൾ BSFൻ്റെ തന്നെ അടുത്ത വിളിക്കാൻ പോകുന്ന ഫിസിക്കൽ കഴിഞ്ഞ് കിടക്കുന്ന ഒരു എക്സാമാണ് RORM. മലയാളത്തിൽ വേറെ ആരും ഇതുവരെ ക്ലാസ് കൊടുത്തിട്ടില്ല. നമ്മൾ എക്സ്ക്ലൂസീവ്ലി മലയാളികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളൊരു കുറച്ച് പേരെങ്കിലും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ അക്കാഡമിയായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം തുടർന്ന് ഇതേപോലുള്ള വീഡിയോകൾക്കായി, അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ASB അക്കാഡമിയുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൂടി.